കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച നമുക്ക് പാഠം പഠിക്കുവാൻ തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു. ഞാൻ പഠിക്കുന്ന പാഠം നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടുണ്ടാവണമേ. കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ കാര്യങ്ങളിരുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ യേശുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാനോടൊന്ന് സഹായിക്കണമേ. പ്രാർത്ഥനയിലും വേദവചനം പഠിക്കുന്നതിലും താല്പര്യമുള്ള കുഞ്ഞുങ്ങളാക്കി തീർത്തോളമേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. യേശുനാഥപേക്ഷയും കൃപടയാക്കണമേ. കൂട്ടുകാരെല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം യേശുവിൻ്റെ രൂപാന്തരം. യേശുവിൻ്റെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ? യേശുവിൻ്റെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കുള്ള ഒരു മാറ്റമാണ് രൂപാന്തരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് യേശുവിൻ്റെ രൂപാന്തരമാണ്. യേശു കർത്താവ് യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്ന് ഈ പാഠത്തിൽ യേശുവിൻ്റെ കൂടെ 3 ശിഷ്യന്മാരാണ് കൂടെ ഉള്ളത്. 1 പത്രോസ്, 2 യാക്കോബ്, 3 യോഹന്നാൻ. എത്ര ശിഷ്യന്മാരായിരുന്ന യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേര്? ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യേശു ഈ 3 ശിഷ്യന്മാരും കൂടി വലിയൊരു ഉയർന്ന മലയിലേക്ക് പോവുകയാണ്. എന്തിനാണെന്നറിയാമോ? ഉയർന്ന മലയിലേക്ക് പോകുന്നത്. ഉയർന്ന മലയിൽ തന്നെ എല്ലാവർക്കും അറിയാമോ? വലിയ കല്ലൊക്കെ നമ്മൾ കണ്ടുന്ന ഉയർന്ന മല ഇങ്ങനെ കാണുന്നല്ലേ? നമ്മുടെ മുകളിലൊക്കെ വലിയ ഉയർന്ന മലയാണ്. അതുപോലെ ഒരു മലയാണ്. ആ ഉയർന്ന മലയിലേക്ക് പോയി യേശു തന്റെ ശിഷ്യന്മാരുടെ പോയത് എന്തിനാണെന്നറിയാമോ? നമ്മളിവിടെ കളിക്കാനും ചിരിക്കാനും നല്ല പോയത്. യേശു പ്രാർത്ഥിക്കാനാണ് പോയത്. യേശു ശിഷ്യന്മാരും കൂടി അവിടെ പോയത് പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിക്കുന്നത് ഓർത്തു വയ്ക്കുകയാണ്. യേശു ദൈവപുത്രനാണ്. ദൈവപുത്രൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാരും കൂടി ആ മലയിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അവിടെ എത്തിച്ച യേശു തന്നെ മലയിലേക്ക് പോയി. യേശു അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേ യേശുവിനെ വലിയൊരു പ്രകാശം എങ്ങനെയാണ് സൂര്യശക്തിയോട് പ്രകാശിക്കും. സൂര്യശക്തിയോട് പ്രകാശിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. സൂര്യൻ പ്രകാശിക്കുന്ന നമുക്ക് ആകാശം രാവിലെ എഴുന്നേറ്റ് കിഴക്ക് വശം നോക്കിയാൽ കാണാല്ലേ? സൂര്യൻ പ്രകാശിക്കുന്ന നല്ല തീ ജ്വാലയാട് തീ ഗോളം തിളച്ചിങ്ങനെ വരുന്ന അഞ്ഞ് കണ്ടില്ലാത്ത കൂട്ടുകാർ രാവിലെ സമയം എഴുന്നേറ്റ് കിഴക്ക് ഭാഗത്ത് ആകാശത്തിൻ്റെ കിഴക്ക് നോക്കണം കേട്ടോ. അപ്പോൾ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന അതിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ശക്തി ഇല്ലാതെ വരും. അപ്പോൾ കണ്ണുകൾക്ക് നമുക്ക് ആ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടെയും നോക്കി കഴിയുമ്പോൾ ഇരുട്ടായിട്ട് വരും. അപ്പോൾ അതാണ് സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പ്രകാശമാണ് ഈ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ആരാണ് കണ്ടത്? യേശുവിനെ. യേശു അതിനു മുൻപുള്ള ആ പ്രകാശമല്ല ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പ്രകാശം. ധരിച്ചിരുന്ന വസ്ത്രം വെള്ളയുടുപ്പും. യേശുവിൻ്റെ വസ്ത്രം വെള്ളയുടുപ്പും. യേശുവിന് ചുറ്റും ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യപ്പൊടിയുണ്ട്. ശിഷ്യന്മാർ അതിശയിച്ചു അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്യും? യേശു എന്തൊരു വലിയ അത്ഭുതം അവിടെ നടന്നല്ലേ? അവിടെ എത്തിയപ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശ്രമിച്ചു. വസ്ത്രം വെള്ളയായി തീർന്നു. ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു രൂപാന്തരപ്പെടുകയായിരുന്നു. ആ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് ഇവന് ചെവി കൊടുക്കുകയും. യേശു കർത്താവ് എൻ്റെ ശക്തിയായ ആ മുഖത്തേക്ക് അല്ലെങ്കിൽ ആ പ്രകാശത്തോടെ ആ പ്രകാശത്തെ യേശു കർത്താവ് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവിടെ കേട്ട ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുകയും. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മളാണ് നമ്മളെ പേടിച്ചല്ലേ? നമ്മൾ ആ പ്രകാശം കാണുമ്പോൾ തന്നെ പേടിച്ചവിടെ വരച്ച് വീഴുന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതാണ് ശിഷ്യന്മാർ കണ്ടത്. ഈ മോശയും ഏലിയാവും മുൻ പ്രവാചകന്മാരാണ്. അതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതായ വലിയ പ്രവാചകന്മാരായിരുന്നു മോശയും ഏലിയാവും. ആ മോശയും ഏലിയാവുമാണ് ആരോട് സംസാരിക്കുന്നത് കണ്ടത്? യേശുവിനോട്. അപ്പോൾ യേശുവിനോട് സംസാരിക്കുന്നതാണ് ശിഷ്യന്മാർ കണ്ട ഭാഗമാണ് മോശയും ഏലിയാവും ശിഷ്യന്മാർ കണ്ടത്. യേശുവിനോട് സംസാരിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള പാഠമൊക്കെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ കേട്ടോ. മോശയും ഏലിയാവും ആരോട് സംസാരിക്കുന്നതാണ് കണ്ടത്? യേശുവിനോട്. ആരാണ് കണ്ടത്? യേശുവിൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ ആ രംഗം കണ്ടപ്പോൾ ഈ ശബ്ദം കൊണ്ട് ശിഷ്യന്മാർ പേടിച്ച് കവിണ്ണു വീണു. ആ ശബ്ദം എന്ന് വെച്ചാൽ സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയാണ്. ദൈവത്തിൻ്റെ ആ ശബ്ദത്തിന് ശക്തിക്കുള്ളിൽ ആ വെളിച്ചത്തിന് വേണ്ടി നമുക്ക് ആർക്കും നിൽക്കാനാവില്ല. അവിടെ ശിഷ്യന്മാർ പേടിച്ച് കവിണ്ണു വീണു. യേശു അവരുടെ അടുത്തിരുന്നു അവരെ തൊട്ട് എഴുന്നേൽപ്പിച്ചു. ശിഷ്യന്മാർ കവിണ്ണു വീണ് പേടിച്ച് നമ്മളപ്പോൾ പേടിച്ചിങ്ങനെ വിറച്ചല്ലേ? വിറച്ചിങ്ങനെ വീണ് കിടക്കുന്ന ആ ശിഷ്യന്മാരെ യേശു പോയി തൊട്ടു. അപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ചു. യോഹന്നാൻ
ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ യേശു പറയാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ നോക്കിയാൽ യേശുവിനെ മാത്രമല്ല മറ്റാരെയും കണ്ടില്ല. അപ്പോൾ ഓർത്തോ, ഈ ശിഷ്യന്മാർ ആദ്യം കണ്ടപ്പോൾ ആരുണ്ടായിരുന്നു? മോശ ഉണ്ടായിരുന്നു, ഏലിയാവ് ഉണ്ടായിരുന്നു. അവരോട് കൂടിയാണ് യേശു സംസാരിക്കുന്നത് കണ്ട് ആ രംഗം, ആ വലിയ പ്രകാശം, ആ കത്തി ജ്വലിക്കുന്ന പ്രകാശത്തോടെ, ആ പ്രകാശത്തിനുള്ളിലാണ് ഈ 3 പേര് നിന്ന് സംസാരിക്കുന്നത്. ആ രംഗം കണ്ട ശിഷ്യന്മാർ കവിളിന് ബോധം വിട്ട് വീണത്. അതിനുശേഷം യേശു വരെ ചെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറയണം ഭയപ്പെടേണ്ട. അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവിടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള സാധിച്ചത്. ഇവിടെ നമുക്ക് ചിത്രത്തെ കാണാൻ സാധിക്കും. നിങ്ങളുടെ വർക്കൊക്കെ എടുത്ത് നോക്കിക്കേ. വർക്കൊക്കെ അല്ലാതെ ഇതാണ് യേശു സൂര്യശക്തിയോട് പ്രകാശിക്കുന്ന പ്രകാശം അവിടെ നിഴലിട്ടു അല്ലേ. അപ്പോൾ യേശുവിൻ്റെ രൂപം ഇതാണ്. യേശു നല്ല വെണ്ണ ഉടുപ്പൊക്കെ ധരിച്ച് ആ സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പ്രകാശം ഇവിടെ നിൽക്കുന്നു ചിത്രം. ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ശിഷ്യന്മാർ നോക്കിയപ്പോൾ കണ്ട ഭാഗമാണിത്. പക്ഷെ യേശു 2 ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവരെ തൊട്ട് എഴുന്നേൽപ്പിച്ചപ്പോൾ ആരുണ്ടായിരുന്ന കൂടെ? ആരുമില്ലായിരുന്നു, യേശു മാത്രമുള്ളായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ വർഷങ്ങൾക്ക് മുൻപ് അവർ മരിച്ചു പോയവരായിരുന്നു. അവർ പ്രവാചകരായിട്ട് ദൈവം അവരെ അയച്ചതാണ് യേശുവിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മരിച്ചതിന് ശേഷം യേശുവിൻ്റെ സന്നിധിയിലല്ലേ നമ്മൾ ഓരോരുത്തരും മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിലാണ് യേശു ഉണ്ട്. അപ്പോൾ യേശുപ്പച്ചൻ്റെ കൂടെയുള്ള ആ വാസം, യേശുപ്പച്ചൻ്റെ കൂടെയുള്ള ആ താമസിക്കുവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. നമുക്കായിട്ട് ഒരുക്കിയ വലിയ വലിയ ഭവനങ്ങൾ നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ ഇരിക്കുന്ന ഭവനത്തിൽ നമ്മൾ ഓരോരുത്തരും യേശുപ്പച്ചൻ്റെ കൂടെ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ സൺഡേ സ്കൂളൊക്കെ പഠിക്കുകയും ഈ വാക്യങ്ങൾ പഠിക്കുകയും ദൈവവചനം പഠിക്കുകയും. യേശുവിനെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് യേശുവിനടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ പപ്പായും മമ്മയെക്കുറിച്ച് ലഭിക്കുക അറിയാം അല്ലേ. അവർ നമ്മുടെ കൂടെ, അവർ നമ്മളെ വളർത്തി ജനിപ്പിച്ച്, അവർ വളർത്തി അവരെ പോറ്റി പുലർത്തുകൊണ്ട് അവരെ നമുക്ക് കൂടുതൽ സ്നേഹമുണ്ട്. അതിലുപരിയായിട്ട് അവരെ പോറ്റി പുലർത്തുവാനും അവരിൽ കൂടെ നമ്മളെ വളർത്തുവാനും സാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മാത്രം. അപ്പോൾ ഈ ദൈവത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതലധികം സ്നേഹിക്കേണ്ടത്. ദൈവത്തിനാണ് നമ്മൾ ഏറ്റവും മുഖ്യം സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പോൾ യേശുവിനുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ശക്തിക്ക് മുന്നിൽ ദിവ്യ വെളിച്ചത്തിന് വേണ്ടി നിൽക്കാൻ ആർക്കും ആവില്ല. ശിഷ്യന്മാരെന്ത് ചെയ്തു? ബോധം കെട്ട് നിലത്ത് വീണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ശക്തി സൂര്യശക്തിയോടെ പ്രകാശം കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ കണ്ണുകളോട് കാണാൻ പറ്റും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും കൊച്ചു കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ശക്തിയുള്ള ദൈവത്തെ നമ്മൾ ആരായും നിങ്ങൾ ഈ പാഠം പഠിക്കുന്നതിന് അലസത കാണിക്കരുത്. ഇതിനെ പേരൻസ് മുഖ്യ സ്ഥാനമെടുത്ത് ഇവരെ ഈ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിലും വാക്യങ്ങൾ പഠിപ്പിക്കുന്നതിലും കൂടി നിങ്ങൾ ശ്രദ്ധാലുക്കളാകേണ്ടതാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മൾ വളർന്നു വരുന്ന തലമുറ ദൈവമില്ലാത്ത തലമുറയെ തീരാൻ ഇടയാകരുത്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഈ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശ്രദ്ധിച്ച് പോരായ്മകളുണ്ട്, ഞങ്ങൾക്കും പോരായ്മകളുണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ലാത്ത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് മാതാപിതാക്കളാണ് ഒന്നാമത്തെ സ്ഥാനം കൈയെടുക്കണം. ഞങ്ങൾക്ക് അവസരം ലഭിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ സാഹചര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് കണക്ക് പഠിപ്പിക്കുന്നതിലുപരിയാണ് യേശു കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കാൻ നിങ്ങൾ മുഖ്യ സ്ഥാനം എടുക്കണം. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്തത് മാതാപിതാക്കളാണ്. അത് യേശുവിനെ പഠിപ്പിക്കാൻ വേണ്ടവണ്ണം നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇന്ന് അഖിലലോക സന്ദർശക ദിനം അന്ന് കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ നാലിയായിട്ട് സന്ദർശക ദിനം നടത്തേണ്ട ഈ സാഹചര്യത്തിൽ നമുക്ക് ശരിയമായൊരു സൃഷ്ടിച്ച രീതിയിൽ മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഈ ലഭിക്കുന്ന അവസരം നിങ്ങൾ പാഴാക്കുന്നു. ഈ അവസരം പോലെ ലഭിക്കാത്ത നാളുകൾ ഇനി വരാൻ പോകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതിലും താല്പര്യമുള്ളവരെ എല്ലാ കുഞ്ഞുങ്ങളും രക്ഷാകർത്താക്കളുമായി തീർന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തീരണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് തീരണം. ഈ ആധുനിക ലോകത്തിലെ ഫോൺ കൈകാര്യം ചെയ്ത് അവർ ലോകത്തിൻ്റെ അധീനരായി തീരാനല്ല, യേശുവിൻ്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണം, ആഗ്രഹിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും വിലയേറി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അപ്പോൾ യേശുവിൻ്റെ രൂപാന്തരമാണ് നമ്മളെ പിടിച്ച് കാണും അല്ലേ. യേശുവിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? പത്രോസും യാക്കോബ് യോഹന്നാൻ 3 ശിഷ്യന്മാരും യേശുവിൻ്റെ ഉണ്ടായിരുന്നു. ഈ രൂപാന്തരപ്പെട്ടപ്പോൾ യേശുവിൻ്റെ മുഖം എങ്ങനെയാണ് കാണപ്പെടുന്നത്? സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. ആരൊക്കെയാണ് യേശുവിനോട് സംസാരിക്കുന്ന ശിഷ്യന്മാർ കണ്ടത്? മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നത് കണ്ടത് ശിഷ്യന്മാർ. നമുക്ക് ചെറിയ വാക്യം പഠിക്കാം അല്ലേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കും. ഇതാണ് ഇന്നത്തെ വാക്യം കേട്ടോ. ഇതാണ് വർക്കുകളുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കും. ഇതാണ് നമ്മുടെ ചെറിയ വാക്യം. നിങ്ങൾ കാണാതെ പഠിക്കണം. ചെറിയ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കും.
ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ചെവിടി. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദമാണല്ലേ. പിതാവായ ദൈവം പുത്രനെ കുറിച്ച് പറയുന്നതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവിയോടുപ്പി. പുത്രനായ യേശു ക്രിസ്തുവിന് പിതാവായി ദൈവം പറയുന്ന കാര്യമാണത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശക്തിക്ക് മുന്നിൽ നമ്മൾ എഴുതുന്നു. അപ്പോൾ ആ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ശക്തിയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തണമേ. കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെട്ട മാതാപിതാക്കളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവവചനം പഠിപ്പിക്കുന്നതിൽ താല്പര്യമുള്ളവരായി അവർ ജീവിക്കാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് കുഞ്ഞു പാട്ട് പാടല്ലേ. ഉയർന്ന മലയിൽ ഓരോ നാൾ യേശുവും ശിഷ്യരും പോയി, യേശുവിൻ തേജസ് കണ്ടു ഭാഗ്യവാന്മാരായി തീർന്നു. ഉയർന്ന മലയിൽ ഒരു നാൾ യേശുവും ശിഷ്യരും പോയി, യേശുവിൻ തേജസ് കണ്ട് ഭാഗ്യവാന്മാരായി തീർന്നു. ആരാണ് ഭാഗ്യവാന്മാരായി തീർന്നത്? അപ്പോൾ ശിഷ്യന്മാർ ഭാഗ്യവാന്മാരായി തീർന്നു അല്ലേ. ആ ശിഷ്യന്മാർ ഭാഗ്യവാന്മാരായി തീർന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരുമായി തീരട്ടെ, ഭാഗ്യവാന്മാർ ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പാഠയുടെ സമയം.